നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ശൂരനാട് തെക്ക് പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെടുന്ന തൊടിയൂർ പതാരം റോഡിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നു. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ റോഡിന് ഇരുവശത്തായി തള്ളുകയാണ്. ബന്ധപ്പെട്ട അധികാരികളോട് ഇതിനെക്കുറിച്ച് ആവർത്തിച്ച് പരാതിപ്പെട്ടിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്തെ റോഡിന് സമീപമുള്ള തണ്ണീർത്തട മേഖലയിലാണ് നിരന്തരമായി കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. മഴക്കാലത്ത് ഈ മാലിന്യങ്ങൾ ഒഴുകി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ എത്തുന്നതായും കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടുന്നതായും നാട്ടുകാർ വ്യക്തമാക്കുന്നു. ഇതേ തുടർന്ന് പ്രദേശത്ത് നിരവധി ആളുകൾക്ക് വലിയ രീതിയിൽ പകർച്ചവ്യാധികൾ പിടിപെടുന്നതായും പ്രദേശവാസികൾ പറയുന്നുണ്ട്. കൂടാതെ മാലിന്യങ്ങളിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം മൂലം ആളുകൾക്ക് ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നാണ് പരാതി ഉയരുന്നത്. പ്രദേശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറയ്ക്ക് മുന്നിൽ കൂടിയാണ് വണ്ടികളിൽ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് തള്ളുന്നതെന്നും ആളുകൾ ആരോപിക്കുന്നു. അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ ക്യാമറ പ്രവർത്തനരഹിതമാണെന്ന മറുപടിയാണ് നൽകുന്നതെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. മാലിന്യ പ്രശ്നത്തെപ്പറ്റി നിരന്തരമായി പഞ്ചായത്ത് സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും വാർഡ് മെമ്പറോടും പരാതിപ്പെട്ടിട്ടും ഇതുവരെ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. മാലിന്യം തള്ളുന്നത് വലിയ മാഫിയകളാണെന്ന കാര്യം അധികാരികൾ തന്നെ സമ്മതിക്കുന്നതായും നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. കാലങ്ങളായി നേരിടുന്ന ഈ മാലിന്യ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത്. എൻ്റെ പേര് റജികുമാർ എന്നാണ്. ഞാൻ ഇരുവിച്ചിറ പടിഞ്ഞാറ് 1ാം വാർഡിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടിയൂർ പതാരം റോഡിൻ്റെ ഇരു സൈഡുകളിലായി കക്കൂസ് മാലിന്യം നിരന്തരം തള്ളുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇതിനെക്കുറിച്ച് ഞങ്ങൾ ആരോഗ്യ വിദഗ്ധർക്കും പഞ്ചായത്തിലെ വേസ്റ്റ് മാനേജ്മെൻറ്റിനും പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഈ പഞ്ചായത്ത് സെക്രട്ടറിയെ പലതവണ വിളിച്ചിട്ട് പരാതിപ്പെട്ടിട്ടും അവരതിനെതിരെ നടപടിയെടുക്കാം എന്ന് പറഞ്ഞതല്ലാതെ ആ ഒരു സ്ഥലം സന്ദർശിക്കുകയോ അവിടെ വന്ന് നോക്കുകയോ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നുമേ ചെയ്യട്ടെ എനിക്കറിവില്ല. ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് 2 പ്രാവശ്യം വിളിക്കുകയും 3ാമത്തെ തവണ തൊട്ട് അവർ ഫോൺ എടുക്കാതിരിക്കുകയും ചെയ്യുകയായിരുന്നു സ്ഥിരം പതിവ്. പിന്നീട് ഇവിടെ നിരന്തരം ഈ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടി ഈ വയലിൻ്റെ തണ്ണീർത്തട മേഖലകളിലാണ് ഇവർ നിരന്തരമായിട്ട് കക്കൂസ് മാലിന്യം തള്ളുന്നത്. ഈ മാലിന്യം മഴക്കാലത്ത് ഒഴുകി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോയി അവിടുത്തെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് ഇത് എത്തിച്ചേരുകയും അവിടുത്തെ ജനങ്ങൾക്ക് പലവിധമായ അസുഖങ്ങൾ, അതായത് മഞ്ഞപ്പിത്തം വരെയുള്ള അസുഖങ്ങൾ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പലവിധ അസുഖങ്ങൾ അവർക്ക് ഉണ്ടാവുകയും ഈ വെള്ളം പല കളറുകളിലായി മലിനപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുമുണ്ട്. ഇതിനെതിരെ പഞ്ചായത്ത് മെമ്പറോടും പഞ്ചായത്ത് അധികാരികളോടും ഹെൽത്ത് അധികാരികളോടും പറഞ്ഞിട്ട് പോലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. 2ാം വാർഡിലാണ് ഇത് നിക്ഷേപിക്കുന്നത് ഒരു സ്ഥിരമായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകാരോട് ചോദിക്കുമ്പോൾ പഞ്ചായത്തുകാർ പറയും അത് ബ്ലോക്കിൻ്റെയാണ്, ബ്ലോക്കുകാരോട് ചോദിക്കുമ്പോൾ പഞ്ചായത്തിൻ്റെയാണെന്ന് പറയും. യഥാർത്ഥത്തിൽ ഈ ക്യാമറ ഇവിടുത്തെ ഒരു ടൈൽ കടയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അവരെ സമീപിച്ചാൽ അവരതിൻ്റെ വിഷ്വൽ എടുത്ത് കൊടുക്കും. പക്ഷേ ഇവരാരും ഇതിന് മെനക്കെട്ട് ഇറങ്ങി വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ വയ്യ. ഇപ്പം ഈ വൻ ലോബികളാണ് ഇത് ഇവിടെ നിക്ഷേപിക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് ഇവർ എന്തെങ്കിലും കൈക്കൂലിയായി പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളുടെ സംശയം. ഇത് ഞങ്ങൾ ഉന്നത അധികാരികളിൽ ഒരുപാട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പലയിടത്തും പരാതി പറഞ്ഞിട്ടും ആർക്കും ഒരനക്കവുമില്ല. ഇതിനെതിരെ എന്ത് നടപടികൾ സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ഈ അധികാരികളോട് അപേക്ഷിക്കുകയാണ്. ഇതിനെതിരെ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തന്തയും തള്ളയും മാത്രമേ ഉള്ള ഇവിടെ താമസം. അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. കൊതുവിൻ്റെ ശല്യമാണ്. അതിന് വേണ്ട നിർദ്ദേശങ്ങൾ അവിടുന്ന് ചെയ്തു തരണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഈ ക്യാമറ ഉണ്ടല്ലോ, ഏറ്റവും കൂടിയ ക്യാമറയാണ്. ഇതിനകത്ത് അങ്ങേയറ്റത്തെ പള്ളിയുടെ ഫ്രണ്ടിൽ ആണ് എന്ന് സംസാരിക്കുന്നത് വരെ ഞങ്ങൾ ഈ ക്യാമറ പോയി പരിശോധിച്ചു. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരെ അവരെ വ്യക്തമായിട്ട് കാണാം. ഇത് അതിനകത്ത് ടാങ്കർ വരുന്നതും കാണുന്നുണ്ട്. പക്ഷെ പഞ്ചായത്തിൽ ഞങ്ങൾ അറിയിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് ഇത് നോക്കാൻ പറ്റത്തില്ല. പഞ്ചായത്തുകാർ പറയുന്നത് ഈ ക്യാമറയുടെ മുന്നിലാണ് ഇതെല്ലാം കൊണ്ടുവന്ന് ഇടുന്നത്. ഇവിടുത്തെ മെമ്പറിനെ വിളിച്ച മെമ്പർ പറയുന്നത് അവർ വലിയ ഗ്യാങ് ആണ്, അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. ഇത് കഴിഞ്ഞ ദിവസം കൊണ്ട് നടിച്ചതാണ്. ഇവിടെ എന്ത് അടിച്ചെടുക്കുന്നത്? കക്കൂസ് മാലിന്യമാണ്. ഇതെല്ലാം കരിഞ്ഞു പോയേക്കുന്നതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് മൊത്തം ഇവിടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അടിക്കുന്ന. ഇത് നേരത്തെ 3-4 ദിവസം കൂടുമ്പോഴായിരുന്നു അടിക്കുന്നത്. പക്ഷെ ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും അടിക്കുന്നുണ്ട്. മെനങ്ങാന്ന് രാത്രി ഞാൻ 11:30 എണീറ്റ് സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ലോറി ടാങ്കർ വന്ന് അടിച്ചിട്ട് പോകുന്നു എല്ലാ ദിവസവും. ഇപ്പം തുടർച്ചയായിട്ട് അടിക്കുന്നത് അതായത് ഈ കരിഞ്ഞു പോയിരിക്കുന്നത്. കേട്ടോ, അത് കിടക്കുന്ന മൊത്തം ഈ വീട്ടോ കൊണ്ടേ നിറഞ്ഞു കിടക്കുന്നുണ്ടോ? ഇത് വെള്ളമല്ല, ഈ കക്കൂസ് മാലിന്യമാണ് നിറഞ്ഞു കിടക്കുന്നത്. കണ്ടേ, ഭയങ്കര വാടയാണ്. നമുക്ക് പെരയ്ക്കകത്ത് ചോറ് പോലും ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. കതവ് തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. ഇപ്പോൾ ഇവിടെ പഞ്ചായത്തിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്
ബ്ലോക്കിൻ്റെ അനുവാദം വേണം. ബ്ലോക്കിലെ സെക്രട്ടറിയുടെ പേപ്പർ ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ പറ്റത്തുള്ളൂ. ഇവിടെ ഉണ്ട്, ഇവിടെ ഫുള്ള് ഇത് ഒഴിച്ച് കക്കൂസ് മാലിന്യം കൂടുതലും കൊണ്ട് തട്ടിയേക്കുന്നു. ഇത് കണ്ട വീട്ടിലെ പാമ്പേഴ്സ് കാര്യങ്ങൾ ഇതെല്ലാം ഇതിനകത്തുണ്ട്. കണ്ട ഇത് ബേക്കറിയിലെ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ്, അളിഞ്ഞ തക്കാളി അതും ഇതും ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം വേസ്റ്റ്. ഇതുകൊണ്ട്